ഹലോ നമസ്കാരം. നോർക്ക ഇൻഷുറൻസ് കാർഡും നോർക്ക ക്ഷേമനിധി കാർഡും ഇപ്പോൾ ഏറ്റവും കൂടുതൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ്. നോർക്ക റൂട്ട്സിൻ്റെ ഏറ്റവും ഒരുപാട് പരസ്യങ്ങളും വന്നിരുന്നു, നിങ്ങളിത് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട്. ഇപ്പോൾ ഇതിൽ നിന്നിട്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വന്ന വേറൊന്നിനും വേണ്ടിയിട്ടില്ല. ചൂഷണത്തിന് നിങ്ങൾ വിധേയമാകരുത്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി കയറി സ്വന്തമായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഓൺലൈനായിട്ട് കയറി ചെയ്യാൻ മടിയുള്ളവരും ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവരുമാണ് സംഘടനകളെ സമീപിക്കുന്നത്. ഒരു പക്ഷേ സംഘടനകളെ നിങ്ങളാരും സമീപിക്കുന്നില്ലെങ്കിലും സംഘടനകൾ പലതും നിങ്ങളെ സമീപിക്കാറുണ്ട്. ഇന്ന് ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ പല സംഘടനകളും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചെയ്യാൻ വീണ്ടും തുടങ്ങുന്നുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഈ നോർക്ക കാർഡിൻ്റെ ഇൻഷുറൻസ് കാർഡിൻ്റെ രജിസ്ട്രേഷന് ചിലവാകുന്നത് വെറും 408 ഇന്ത്യൻ രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ ക്ഷേമനിധി കാർഡിന് വെറും 200 രൂപയാണ്. ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 608 ഇന്ത്യൻ രൂപയാണ് നിങ്ങൾക്ക് നോർക്കയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ചിലവാകുന്നത്. എന്നാൽ ചില സംഘടനകൾ ഇതൊന്നുമല്ലാതെ 7 ഒമാൻ്റെ റിയാലും 9 ഒമാൻ്റെ റിയാലൊക്കെ ആവശ്യപ്പെടുന്നത് കൊണ്ട് ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. സത്യത്തിൽ ആവശ്യപ്പെടുന്നത് ആരാണോ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, കറക്റ്റായിട്ട് ഇത് എത്ര രൂപയാണ് ചിലവാകുന്നത് എന്ന് ചോദിക്കണം. അത് മാത്രമല്ല, ഇവിടെ ഇബ്രിയിൽ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ശരിക്ക് ഇമ എന്ന മലയാളി സംഘടനയും ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റും കൂടി സംയോജിച്ചുകൊണ്ട് ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് ഒരുപാട് ആൾക്കാർക്ക് ചെയ്തു കൊടുത്തതായി ഇമയുടെ നേതൃനിരയിലുള്ളവർ പറഞ്ഞിരുന്നു. അവരുമായിട്ട് ചോദിച്ചപ്പോൾ ഈ പൈസ മാത്രമാണ്, അതും അവരുടെ നാട്ടിലുള്ള ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് അത് കട്ടായിട്ടുള്ളത്. പലരും ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇനി അവർ ചെയ്തു കൊടുക്കാൻ സന്നദ്ധവുമാണ്. അതുകൊണ്ട് നിങ്ങൾ ചൂഷണത്തിന് വിധേയമാവരുത്. നിങ്ങൾക്ക് കണക്ക് കൂട്ടി നോക്കാവുന്നേ ഉള്ളൂ. ഒരു ഒമാൻ റിയാലിന് ഇപ്പോൾ 277 രൂപയുണ്ട് വെറും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പൈസ ടോട്ടൽ ചിലവാകുന്നു നിങ്ങൾ തന്നെ നോക്കണം. വെറുതെ വഞ്ചിതരാവരുത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെയൊക്കെ രാഷ്ട്രീയ സംഘടനകൾപ്പെട്ടവരാണെങ്കിൽ ഈ രാഷ്ട്രീയ സംഘടനയ്ക്ക് നിങ്ങൾ സംഭാവനയായി കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു സംരംഭത്തിൽ സഹായിക്കുന്നു എന്ന രീതിയിൽ വന്നിട്ട്, അല്ലെങ്കിൽ സാമൂഹികമായി ഞങ്ങൾ സഹായിക്കുകയാണ് മനുഷ്യനെ എന്ന് പറഞ്ഞു വന്നിട്ട് ഇതൊരു ബിസിനസ്സിൻ്റെ രീതിയിലേക്ക് ഇത്രയൊക്കെ പൈസ ആവശ്യപ്പെടുന്നെങ്കിൽ തീർത്തും അത് തെറ്റാണെന്നും കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സംരംഭത്തിൽ ഏർപ്പെടണമെന്നും നോർക്കയുടെ കാർഡ് സ്വീകരിക്കണമെന്നും എടുക്കേണ്ട അനിവാര്യതയാണെന്നും ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഇബ്രയിൽ നിന്നും കുയിൽ നിസാർ.